ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹംപി യാത്രയുടെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാണ് റോയൽ എൻക്ലോഷർ. അപ്പോൾ റോയൽ എൻക്ലോഷറിൻ്റെ വാതിലാണെന്നുണ്ട്. ഇത് ആനയെ കൊണ്ടാണ് ഇത് പിടിച്ചു വെപ്പിക്കുന്നത്. അത് തുറക്കാനെടുക്കാനൊക്കെ ആനയാണ് വരാറുള്ളതാണ്. ഇതിൻ്റെ മുകളിലോട്ട് കയറി നിന്നാണ് വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ വിളംബരങ്ങൾ പുറപ്പെടുവിക്കുന്നതും അതേപോലെ അവർ അഭിസംബോധന സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ഏകദേശം തുംഗഭദ്ര നദിയുടെ വിവിധ പ്രദേശങ്ങൾ, നമ്മുടെ ഹംപിയുടെ വിവിധ പ്രദേശങ്ങളൊക്കെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെ നിന്നുകൊണ്ടാണ് രാജാവ് സംസാരിക്കാറുള്ളത്. നമുക്ക് ഇവിടെ ഈ വിജയദശമി ദിവസങ്ങളിലും ഒക്കെ വലിയ കച്ചവടങ്ങളൊക്കെ നടക്കുന്ന വലിയ പ്രദേശമാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് രാജാവ് ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എനിക്കൊന്ന് വിജയദശമി ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ഒരു ദിവസം കൂടിയായിരുന്നു അത്. വളരെ മനോഹരമായിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം ഇതാണ് പുഷ്കരണി. ഇവിടെയാണ് വാട്ടർ ഒക്കെ ജലമൊക്കെ എത്തിച്ചേരുന്ന ഒരു പ്രദേശം. ഇവിടുത്തെ ആവശ്യമായിട്ടുള്ള ജലമൊക്കെ ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽനിന്ന് നമുക്ക് ആ ജലം എത്തിച്ചേരുന്നത് തുംഗഭദ്ര നദിയിൽ നിന്നുമാണ്. അത് എത്തിച്ചേരുന്ന രീതിയാണ് അവിടെ കല്ല് ഓവുചാലാക്കി ഇങ്ങനെ ആ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്ത മാതിരിയാണ് കല്ല് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരുടെ ഒരു സിസ്റ്റം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം സമയമെടുക്കും. ഇതാണ് റോയൽ ബാത്ത്, ക്യൂൻ ബാത്ത് എന്ന് പറയും. രാജ്ഞി കുളിക്കുന്ന ഒരു പ്രദേശമാണ്. അവരൊരു കുളിമുറിയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ വിടവിലോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് ഒരാൾക്ക് പോലും അതിനകത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളോട്ട് നോക്കി കഴിഞ്ഞാൽ ആര് വരുന്നു എന്നൊക്കെ വിശദമായിട്ട് അവർ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ രീതി എങ്ങനെയാണ്, അത് വെള്ളം നിറയും. തുംഗഭദ്ര നദിയിൽ നിന്നുമാണ് വെള്ളം എത്തുന്നത്. വളരെ മനോഹരമാണ്. നമ്മൾ ഉറച്ച് സംസാരിക്കുമ്പോൾ നല്ല എക്കോയാണ് ഇവിടെ നിന്ന് കേൾക്കുന്നത്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുമാണ് വെള്ളം വരുന്ന ചാലാണത്. അതും തുംഗഭദ്ര നദിയിൽ നിന്നുമാണ് വെള്ളം എത്തുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഏതെങ്കിലും അപകട സാധ്യത ഉണ്ടാകുമ്പോൾ രാജാവ് ഇറങ്ങി രക്ഷപ്പെടാനുള്ളൊരു തുരങ്കമാണിത്. തുരങ്കത്തിനകത്തോട്ടൊന്നും നമുക്ക് എൻട്രി ഉള്ളതൊന്നുമല്ല. നമ്മൾ പിന്നെ അങ്ങ് കടന്ന് കയറിയതാണ് അതിനകത്തോട്ടേക്ക്. ഇത് എങ്ങോട്ടേക്കോ പോകുന്നൊരു തുരങ്കമാണ്. അതിൻ്റെ ഒരു എൻഡ് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു പ്രദേശത്തെത്തുമ്പോൾ അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അത് നോക്കൂ. അവിടെ നമുക്ക് ഇരുട്ടാണ്. ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഇത് പോകുന്നത് അങ്ങോട്ട്.